ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ശതാധിപൻ്റെ സിനഗോഗ് അത് നോക്കിയാലോ. യേശു കഫർനാമിലെത്തുമ്പോൾ ഒരു ശതാധിപൻ്റെ ഭൃത്യൻ്റെ രോഗം സുഖപ്പെടുത്തുന്നതായി വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. ശതാധിപ ഭൃത്യൻ്റെ രോഗസന്ദേശവുമായി എത്തുന്ന യഹൂദ പ്രമാണിമാർ അവനോടത് ആവശ്യപ്പെടാനുള്ള പ്രധാന കാരണം ഇങ്ങനെ രേഖപ്പെടുത്തുകയാണ്: നീ ഇത് ചെയ്തു കൊടുക്കാൻ അവൻ അർഹനാണ്, എന്തെന്നാൽ അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, നമുക്ക് ഒരു സിനഗോഗ് പണിയിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. ഇത് ലൂക്കായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട്. ശതാധിപൻ പണിയിച്ചു നൽകിയ ഈ സിനഗോഗ് ഇന്നും കേടുകൂടാതെ സംരക്ഷിക്കുന്നു. 1-ാം ശതകത്തിലോ 2-ാം ശതകത്തിലോ ആണ് ഇതിൻ്റെ നിർമ്മാണം എന്ന് കണക്കാക്കപ്പെടുന്നു. ഇതിനുള്ളിൽ റോമൻ ചക്രവർത്തിമാർ നിർമ്മിച്ചു വെച്ച ഉയർന്ന ഗോപുരങ്ങളും അലങ്കാര വസ്തുക്കളും ഇപ്പോഴും ഉണ്ട്. ശതാധിപൻ്റെ സിനഗോഗ് തുടരുന്നതാണ്. വായന ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.